നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാളെ ഈ വർഷത്തെ അൽ നസറിന്റെ അവസാന മത്സരമാണ്. എതിരാളികൾ അൽ ഇത്തിഫാഖാണ്. എളുപ്പമല്ല. നാളെ രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ് കളി. ആ കളിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട്. 2010 മുതൽ 2024 വരെ നീണ്ട 14 വർഷക്കാലം എല്ലാ വർഷവും അദ്ദേഹം ഒരു ഹാട്രിക് എങ്കിലും നേടിയിട്ടുണ്ട്. എന്നാൽ 2025 ഇതുവരെ ഹാട്രിക് ക്രിസ്ത്യാനോക്ക് നേടാൻ പറ്റിയില്ല. നാളെ അവസാന അവസരമാണ്. കഴിഞ്ഞ കളിയിൽ ലക്നൌവിനെതിരെ ഹാട്രിക് നേടിയെന്ന് കരുതി, പക്ഷേ ആ അവസാനത്തെ ഗോൾ റഫറി പിന്നെ ഓഫ് സൈഡ് ആണെന്ന് വിധിച്ചു. അപ്പോൾ ആ ഒരു ലോങ് സ്റ്റാൻഡിങ് സ്ട്രീക്ക് അവസാനിക്കാതിരിക്കണമെങ്കിൽ നാളെ അദ്ദേഹത്തിന് ഹാട്രിക് നേടാൻ പറ്റണം. എതിരാളികൾ അൽ ഇത്തിഫാഖ് ആയതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമല്ല എന്നറിയുക. എന്തു സംഭവിക്കും കാത്തിരുന്ന് കാണാം. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും 21ാം നൂറ്റാണ്ടിൽ ക്ലബിനും രാജ്യത്തിനുമായി ഏറ്റവും അധികം ഹാട്രിക് നേടിയതാരാണ്? ആ കണക്ക് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറയണമല്ലോ. ഇപ്പോൾ പ്രൈം ഇതിൻ്റെ കൃത്യമായ കണക്ക് പുറത്തുവിടുന്നുണ്ട്. അതിൽ 7ാം സ്ഥാനത്തുള്ള കിലിൻ എംബാപ്പയാണ്, 24 ഹാട്രിക്കുകൾ. 6ാം സ്ഥാനത്ത് എർലിംഗ് ഹാലൻഡ് 26 ഹാട്രിക്കുകൾ. 5ാം സ്ഥാനത്ത് ഹാരി കെയ്ൻ 28 ഹാട്രിക്കുകൾ. 4ാം സ്ഥാനത്ത് ലൂയിസ് സുവാരസ് 30 ഹാട്രിക്കുകൾ. 3ാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി 35 ഹാട്രിക്കുകൾ. 2ാം സ്ഥാനത്ത് ലയണൽ മെസ്സി 61 ഹാട്രിക്കുകൾ. 1ാമത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്, 66 ഹാട്രിക്കുകൾ. അപ്പോൾ 67ാമത്തെ ഹാട്രിക്കിലേക്ക് പോകാനും അതുപോലെ തന്നെ 2025 ഒരു ഹാട്രിക് എങ്കിലും അടിക്കാനും ഉള്ള അവസാന അവസരമാണ് നാളത്തെ കളി. കഴിയുമോ CR7 കൊണ്ട്? അതിന് കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.